ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മളെ ഐറ്റം എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടോ അല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഒരു ഫില്ലിംഗ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടിഫിൻ്റെ അകത്ത് വെക്കാനും പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഇന്ന് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ച് സോയായും ഒരു 3 കോഴിമുട്ടയും കൊണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം നമുക്ക് ചെയ്യാം. എന്നാ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് തിളയ്ക്കാൻ വേണ്ടി. വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ സോയ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 3/4 പാത്രം സോയ ഉണ്ട്. ഇനി ഈ സോയ നമുക്ക് ഒന്ന് ഇളക്കി തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്നിരിക്കട്ടെ. ഇപ്പോൾ എത്ര സമയമായിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പങ്ങ് നിർത്തിയിട്ട് ഇതേപോലെ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെക്കുക. അതിന് ശേഷം ഇതിങ്ങനെ കോരി ഈ പച്ചവെള്ളത്തിലോട്ടിടും. ഈ സോയാബീൻ കൊണ്ട് ഒരുപാട് ഐറ്റങ്ങളൊക്കെ വെക്കും. കറികളും വറുത്തതും പൊരിച്ചതും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആയിരിക്കും. ഇത് നല്ലപോലെ തണുക്കണം. ഇപ്പം നമ്മുടെ ഈ സോയൊക്കെ തണുത്ത വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഇനി വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വേവിക്കുമ്പോഴത്തേക്കും ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോലെ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം അത് വേവിച്ചെടുക്കാൻ കേട്ടോ. ഒത്തിരി വെന്ത് പോലെ. ഇനി അത് പിഴിഞ്ഞ് ഇനി ഇത് നമ്മളിതുപോലെ എടുത്ത പാത്രത്തിലോട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ കട്ട് കളയുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞെക്കി പിഴിഞ്ഞിൻ്റെ കട്ടെല്ലാം കളഞ്ഞ് അങ്ങോട്ടിടുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞ് വെക്കുക. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിന് കുറച്ച് അരപ്പൊക്കെ വേണം. ഒരു ജാർ അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീര്, ഇതേപോലെ സോയ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് തേങ്ങാപ്പീരയും കൂടെ ജാറിലോട്ടിട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമില്ല 2-3 പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാൻ ഒടിച്ചിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ഞാൻ ചേർക്കുന്നത്, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, അതിനോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാടൊന്നും അരഞ്ഞു പോകണ്ട, 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. പത്തേണ്ട ഈ ഒരു രീതിക്ക് ഒന്ന് കറക്കിയെടുക്കുക. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയോ ഒരു കടായി എന്തെങ്കിലും തണുപ്പത്തിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ഒന്നിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയാണ്, നേരത്തെ മഞ്ഞൾപ്പൊടി എടുത്ത സ്പൂണ് തന്നെ കടുക് എടുത്ത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 2-3 വറ്റൽമുളക് കൂടെ മുട്ടിട്ട് കൊടുക്കുക. ഒന്ന് മുറിച്ചങ്ങോട്ടിട്ട് കൊടുക്കുക. ഒരല്പം കറിവേപ്പിലയും കൂടെ മുട്ടിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 സവോള ഇതേപോലെ പൊടിയായിട്ടായിരിക്കും, ആ സവോളയും കൂടെ മുട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള ഒന്ന് വാടിയാൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് വാടി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു കളറിന് വേണ്ടിയല്ല, ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി. ചേർക്കുമ്പോൾ നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടും. ഗരം മസാലപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ആ മസാലപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്കിതിനകത്തോട്ട് മുട്ടയുടെ പൊട്ടിച്ചൊഴിക്കാം. ഞാനൊരു 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മുട്ട ഒരു പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ടിടാം. ഈ 3 മുട്ട ഇപ്പോൾ എത്ര വേണമെങ്കിലും ചേർക്കാവുന്ന കേട്ടോ. ഇത് നമുക്ക് ഈ വാടി വരുന്ന ഈ സവോളയ്ക്കകത്തോട്ട് ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഒരല്പം ഉപ്പുപൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂട്ടി വെക്കാം.
അപ്പോൾ ആ മുട്ടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് റെഡിയാക്കുമ്പോഴത്തേക്കും ഇനി ഈ അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കും. അപ്പം നമ്മൾ ഈ അരപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന സോയയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കുക. കാര്യം മുട്ടയ്ക്കുള്ള നമ്മൾ ചേർത്താണ്. ഇനി സോയയ്ക്കും അരപ്പിനും ഒക്കെ വേണം, അതനുസരിച്ച് വേണം ഉപ്പ് പൊടി ഇടാനായിട്ട്. നമുക്ക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കറക്കി ഇത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുണ്ട് ഇതേപോലെ തട്ടിപ്പൊത്തി ഒന്ന് വെക്കുക. ഇതിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ചട്ടവും കൊണ്ടുവന്ന് ഒന്ന് അമക്കി വെക്കുക. അതിനുശേഷം നമുക്കിനി മൂടി വെക്കാം. നല്ലതുപോലെ ഒന്ന് ആവി കയറണം. കാര്യം ഇപ്പോൾ സോയൊക്കെ വെന്തിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ ഒന്ന് ആവി കയറിയാൽ മതി, എന്നാലേ ഇത് റെഡിയാകത്തുള്ളൂ. അപ്പോൾ ഒരല്പം സമയം ഇരിക്കട്ടെ. സോയയും മുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റ് തന്നെ സാധനം റെഡിയാക്കിയിട്ടുണ്ട്. നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. വേണ്ട, ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. സത്യത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ. ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് റെഡി ആയതിനു ശേഷം അടുപ്പ് നിർത്താം. ഇതിൻ്റെ ഉപ്പും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി മസാലയോ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റോട് കൂടുതൽ ഇതിങ്ങനെ ആകുമ്പോഴത്തേക്കും വേറെ കാര്യമുണ്ട്. ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്, നല്ല ടേസ്റ്റിയാണ്. ഓരോ രീതിയിലൊക്കെ കുട്ടികൾക്കൊക്കെ ചോറും പൊതിക്കാത്ത എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേ അവർക്കൊരു മടുപ്പുണ്ട്. ഇത് മടക്കത്തില്ല, ഉറപ്പ് കാര്യം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇത് നമ്മുടെ താഴോട്ട് വെക്കുകയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. നോക്കട്ടെ. മുട്ട സോയ എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി ടേസ്റ്റ്. നല്ല രുചികരമായിട്ട്. നല്ല രുചികരം. നമ്മൾ മറ്റേ മുളകൊക്കെ ചേർത്ത് വെക്കുന്നതിലും കറി അല്ലേ? സാധാരണ എന്നും സോയ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഒന്നി കറികളൊക്കെ വെക്കും, പല രീതിയിലുള്ള കറികൾ. പക്ഷേ തോരൻ വെച്ചിട്ടുണ്ടോ? ഇല്ല, ചെയ്ത് വെക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം. നല്ല രുചിയുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ എവിടെയാലും പെട്ടെന്ന് വരാം. ബൈ.